നമസ്കാരം. സാഗരി റേസ് പ്ലസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലബോറട്ടറി ടെക്നിക്സിന്റെ കോമൺ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ലബോറട്ടറീസ് ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ ലബോറട്ടറി ടെക്നിക്സ് പഠിച്ചു, പിന്നെ ക്ലിനിക്കൽ പത്തോളജി, പിന്നെ ബ്ലഡിന്റെ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് അനാലിസിസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കുറെ മെഷീൻസിന്റെ പേരുകൾ പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോമൺ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റ്സിനകത്ത് വെറുതെ എന്താണ് എക്യുപ്മെന്റ്സ് മാത്രമല്ല മെഷീൻസും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻക്യുബേറ്റർ ആണ്. ഇപ്പൊ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണല്ലോ ഇൻക്യുബേറ്റർ. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിയോനേറ്റൽ ഇൻക്യുബേറ്റേഴ്സ് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഈ ലബോറട്ടറി കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ സ്ലൈഡുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ്സിനകത്ത് നമ്മൾ സ്പെസിമെൻസ് എടുത്തിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻക്യുബേറ്ററിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ്. ഈ ഒരു മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻക്യുബേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഇൻക്യുബേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ കോമൺ ആയിട്ട് പറയുന്നൊരു വാക്കാണ് എന്താണ് കോഴി അടയിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അതെന്താണ്, ആ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ടെമ്പറേച്ചർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് കോഴി അടയിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ അടയിരിക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ചൂട് കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ഈ ഇൻക്യുബേഷൻ ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റിന് എടുക്കുന്ന സ്പെസിമെൻസിന് ഇൻക്യുബേഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് കുറച്ച് നേരം ഇരുന്ന് അതിന് ഒപ്റ്റിമം കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട് അതുവഴി നമുക്ക് എന്ത് ചെയ്യണം, നല്ല റിസൾട്ടുകൾ കിട്ടണം, ആക്യുറേറ്റ് റിസൾട്ടുകൾ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ഇൻക്യുബേഷൻ പ്രോസസ്സ്. അപ്പൊ ഈ ഇൻക്യുബേഷൻ പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് പേരാണ് എന്ത്, ഇൻക്യുബേറ്റർ. ഓക്കെ. അപ്പൊ ഇൻക്യുബേഷൻ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ വേണം. അപ്പൊ ആ കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ നമ്മൾ ചെയ്യുന്ന ക്ലിനിക്കൽ ബയോകെമിസ്ട്രി അനാലിസിസിനെയാണ് ഇൻക്യുബേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇൻക്യുബേഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് പേരെന്താണ്, ഇൻക്യുബേറ്റർ. മറന്നു പോകരുത്. ഇനി ഇൻക്യുബേറ്ററിനകത്ത് ചൂടുണ്ടാവുമെന്ന് പറഞ്ഞു, ഒരു കൺട്രോൾഡ് ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞു. ആ ടെമ്പറേച്ചർ എത്രയാണ്, യൂഷ്വലി നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്യുബേറ്ററിൽ ഇൻക്യുബേഷൻ പ്രോസസ് എല്ലാം ചെയ്യുന്നത്. ഇനി നമ്മളുടെ ട്യൂബ്സ് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ട്യൂബ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബ്സ് നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് വെക്കുമ്പോൾ എന്ത് പറ്റും, ഇൻക്യുബേറ്ററിനകത്തുള്ള ചൂടും അതുപോലെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ടെമ്പറേച്ചർ, കൺട്രോൾഡ് ടെമ്പറേച്ചർ ഒക്കെ എവിടെയും ബാധിക്കും, ടെസ്റ്റ് ട്യൂബിനകത്തും ബാധിക്കും. അപ്പോൾ അത് ബാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്യുബേറ്ററിനകത്തേക്ക് വന്നത്. ജസ്റ്റ് നമ്മളെ ഫ്രിഡ്ജ് പോലെ തന്നെ, ഫ്രിഡ്ജിനകത്ത് തണുപ്പുള്ളത് കൊണ്ട് നമ്മൾ സാധനങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ സാധനങ്ങളും തണുക്കും. അപ്പൊ ഇൻക്യുബേറ്ററിനകത്ത് ചൂടായതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു നമ്മുടെ സ്പെസിമെൻസ് ആയാലും ബയോകെമിസ്ട്രി അനാലിസിസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പിൾസ് ആയാലും നമ്മൾ അതിനകത്ത് വെക്കുമ്പോൾ എന്ത് പറ്റും, ആ ഇൻക്യുബേറ്ററിന് അകത്തുള്ള ചൂട് ആ ഒരു സാമ്പിൾസിനും കിട്ടും എന്നുള്ള കാര്യമാണ്. ഇനി ഈ ടെമ്പറേച്ചർ അതിനകത്ത് ഒപ്റ്റിമം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ടെമ്പറേച്ചർ റെഗുലേറ്റർ അവിടെ ആവശ്യമാണ്. അപ്പോൾ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആരുണ്ട്, തെർമോസ്റ്റാറ്റുകൾ ഉണ്ട്. അപ്പോൾ തെർമോസ്റ്റാറ്റുകളുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും, ഇൻക്യുബേറ്ററിനകത്ത് ആ ടെമ്പറേച്ചർ നിയന്ത്രിച്ച് അല്ലെങ്കിൽ ആക്യുറേറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ആക്യുറേറ്റ് ആയിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇപ്പം നമ്മൾ ഓരോ സ്പെസിമെൻസ് വെക്കുമ്പോഴും അതിനകത്ത് നമുക്ക് ഒപ്റ്റിമം റിസൾട്ട്സ് കിട്ടണം. ആ സ്പെസിമെൻസ് അതിനകത്ത് കാലാകാലം സൂക്ഷിക്കാനല്ലല്ലോ നമ്മൾ വെക്കുന്നത്. അത് അതിനകത്ത് വെച്ചിട്ട് അതിന് പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു അനാലിസിസിലേക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുമ്പോൾ ആക്യുറേറ്റ് റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഡിസീസ്ഡ് കണ്ടീഷൻസ് ആണെങ്കിൽ ഒരാൾക്ക്, ഇപ്പം നമ്മൾ എലിസ ടെസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിനിടയ്ക്ക് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് വരുന്നുണ്ട്, ഇൻക്യുബേഷൻ പ്രോസസ്സ് തന്നെ പലതവണ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒരു ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ്, ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതിനിടയ്ക്ക് ഇൻക്യുബേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഒപ്റ്റിമം കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള അത്യാവശ്യകത ഉണ്ട്. ഓക്കെ. ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്യുബേറ്റർ നോക്കിക്കഴിഞ്ഞാൽ, ഇൻക്യുബേറ്റർ ബേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ അറ്റ്മോസ്ഫിയർ കൊടുത്തുകൊണ്ട് മൈക്രോ ഓർഗാനിസത്തിന്റെയൊക്കെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ സ്പെസിമെൻസ് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് അനാലിസിസ് ചെയ്യുന്നത് എന്താണ്, അതിനകത്ത് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആന്റിജൻ ആന്റിബോഡി ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രോപ്പറായിട്ട് ഈ പറയുന്ന സെൽസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിയാക്ഷൻസ് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻക്യുബേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൻറ്റെയിനിങ് പ്രോപ്പർ അറ്റ്മോസ്ഫിയർ ആണ്. അതിനകത്തൊരു പ്രോപ്പർ അറ്റ്മോസ്ഫിയർ കൊടുക്കുക. ഒരു മിനിറ്റിൽ ഒരു ടെമ്പറേച്ചർ, പിറ്റേ മിനിറ്റിൽ മറ്റേ വേറൊരു ടെമ്പറേച്ചർ, അങ്ങനെയല്ല നമ്മൾ ഈ ഒരു ഇൻക്യുബേഷനിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ, പ്രോപ്പർ അറ്റ്മോസ്ഫിയർ മെയിൻ്റനൻസ് എവിടെ നടക്കണം, ഇൻക്യുബേറ്ററിൽ നടക്കണം. അത് തന്നെയാണ് എൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞാൽ പ്രോപ്പർ മെയിൻ്റെനൻസ് ഓഫ്
അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ് ഇൻക്യുബേറ്ററിന്റെ പ്രിൻസിപ്പിൾ വരുന്നത്. ഇനി ഇൻക്യുബേറ്റേഴ്സിനകത്ത് നമ്മൾ പറഞ്ഞു ഹീറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ആ ഹീറ്റിംഗ് സിസ്റ്റംസ് എന്ത് ചെയ്യും? ടെമ്പറേച്ചറിനെ അലോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ടൈപ്പ് ഓഫ് ഓർഗാനിസംസിനെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനനുസരിച്ചും ഏതോ ഓർഗാനിസംസ് ആണോ നമ്മൾ അതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ ഓർഗാനിസത്തിനനുസരിച്ച് എന്ത് പറ്റും? അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്യുബേറ്ററിനകത്തുള്ള ടെമ്പറേച്ചറുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓർഗാനിസംസ് മാത്രമല്ല, നമ്മൾ സ്പെസിമെൻസ് ഇൻക്യുബേറ്റ് ചെയ്യാനും വെക്കുന്നുണ്ട്. അപ്പോൾ സ്പെസിമെൻസിന്റെ ഫിസിക്കൽ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ അതിന് ഏത് ടെമ്പറേച്ചറാണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്യുബേറ്ററിനകത്ത് ഇതൊക്കെ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻക്യുബേറ്ററിനകത്ത് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. അതുപോലെ ഹ്യൂമിഡിറ്റി നമുക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ഹ്യൂമിഡിറ്റി ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമ്മളുടെ സാമ്പിൾസ് ആയിക്കോട്ടെ അതുപോലെ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് ആയിക്കോട്ടെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി ഇൻക്യുബേറ്റേഴ്സ്, വേരിയസ് ഇൻക്യുബേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷേക്കിംഗ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന ഒരു ഇൻക്യുബേറ്റർ ഉണ്ട്. അപ്പോൾ ആ ഷേക്കിംഗ് ഇൻക്യുബേറ്റർ കണ്ടിന്യൂസ്ലി ഷേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനകത്തുള്ള സാമ്പിൾസ് ആയിക്കോട്ടെ, നമ്മൾ ട്യൂബ്സിനകത്ത് വെച്ചിരിക്കുന്ന കൾച്ചർ ചെയ്യാൻ വെച്ചിരിക്കുന്ന സ്പെസിമെൻ ആയിക്കോട്ടെ, ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് കൊടുക്കും. ആ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ സെൽ എയറേഷനും അതുപോലെ സോല്യൂബിലിറ്റി സ്റ്റഡീസ് ഒക്കെ ചെയ്യാനായിട്ട് അത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നോർമൽ ഇൻക്യുബേറ്റേഴ്സും ഉണ്ട്, അതുപോലെ വേരിയേഷൻസ് അവൈലബിൾ ആണ്. വേരിയേഷൻസിന് എക്സാമ്പിൾ ആരാണ്? ഷേക്കിംഗ് ഇൻക്യുബേറ്റർ ആണ്. അപ്പോൾ അത് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്തിരിക്കുന്ന സാമ്പിൾസും എന്ത് ചെയ്യും? ഷേക്ക് ചെയ്യും. അതുവഴി സെൽ എയറേഷനും അതുപോലെ സോല്യൂബിലിറ്റി സ്റ്റഡീസും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇൻക്യുബേറ്ററിന്റെ യൂസസ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് തന്നെയാണ് ഇൻക്യുബേറ്ററിന്റെ യൂസസും എടുത്തു പറയാം. ഇപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ഇൻക്യുബേറ്റേഴ്സിനുള്ളത്. ഫസ്റ്റ് പറയുന്നത് സെൽ കൾച്ചർ ഉണ്ട്, ദെൻ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റഡീസ്, ദെൻ ഹെമറ്റോളജിക്കൽ സ്റ്റഡീസ് ആൻഡ് ബയോകെമിക്കൽ സ്റ്റഡീസ്. ഇത്രയും ആപ്ലിക്കേഷൻസ് ആർക്കുണ്ട്? ഇൻക്യുബേറ്റേഴ്സിന് ഉണ്ട്. ഇനി ഇൻക്യുബേറ്റേഴ്സ് സ്റ്റെം സെൽ റിസർച്ച് ഏരിയയിലും ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും യൂസസും അതുപോലെ അതിന്റെ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സെൻട്രിഫ്യൂജ് ആണ്. അപ്പോൾ സെൻട്രിഫ്യൂജ് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് സെൻട്രിഫ്യൂജും. അപ്പോൾ ഈ സെൻട്രിഫ്യൂജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാബിനകത്ത്, ലബോറട്ടറിക്കകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സെൻട്രിഫ്യൂജ്. അപ്പോൾ മെഡിക്കൽ ലബോറട്ടറിയിലാണ് നമ്മൾ കൂടുതലും എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ നമ്മളുടെ ഈ ഒരു സയൻസ് പരമായിട്ട് ഇപ്പോൾ സുവോളജി, ബോട്ടണി പോലുള്ള ലാബുകളിൽ, കെമിസ്ട്രി ലാബുകളിലൊക്കെ നമുക്ക് എന്ത് യൂസ്ഫുൾ ആണ്? സെൻട്രിഫ്യൂഗ് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ മെഡിക്കൽ ലാബുകളിൽ കൂടുതലും ഈ ബ്ലഡ് എല്ലാം സെൻട്രിഫ്യൂജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്ന എക്യുപ്മെന്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സെൻട്രിഫ്യൂജ് എന്തിനു സഹായിക്കും? ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട്, അപ്പോൾ ആ ഒരു ഫോഴ്സിന്റെ കാര്യം അല്ലെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ സഹായത്തോടു കൂടി സോളിഡ് പാർട്ടിക്കിളിനെ എവിടെ നിന്ന് വേർതിരിക്കുന്നു? ലിക്വിഡ് സസ്പെൻഷനിൽ നിന്ന് വേർതിരിച്ച് കിട്ടുന്നു. ഇനി സെൻട്രിഫ്യൂഗ് റിക്വയർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ പറഞ്ഞു നേരത്തെ ബ്ലഡിലാണ് കൂടുതലും, ബ്ലഡൊക്കെ നമുക്ക് സെൻട്രിഫ്യൂഗ് ചെയ്യാനാണ് ഈ സെൻട്രിഫ്യൂഗ് എക്യുപ്മെന്റ് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗ് മെഷീനകത്ത് നമ്മൾ ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ട്യൂബിനകത്ത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ സീറം, പ്ലാസ്മ ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് വേർതിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കാണിക്കുന്നതാണ് നമ്മുടെ സെൻട്രിഫ്യൂഗ് മെഷീന്റെ ഉൾവശം. ഇതിനകത്ത് നമുക്ക് ഓരോ ടെസ്റ്റ് ട്യൂബ്സ് ആയിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ സൊല്യൂഷൻ സാമ്പിൾസ് ഒഴിച്ചു കൊടുക്കുമ്പോൾ, ഇപ്പോൾ ബ്ലഡ് ആണെന്ന് വെച്ചോളൂ. അപ്പോൾ ബ്ലഡ് നമ്മൾ ഇതുപോലെ ബ്ലഡ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഒരു സെൻട്രിഫ്യൂഗ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതാ ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യും? സെഡിമെന്റ് ചെയ്ത് കിട്ടും. പിന്നീട് ആകുമ്പോഴത്തേക്ക് എന്താണ്? നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്ലാസ്മ പോർഷൻ, അതുപോലെ ബഫി പോർഷൻ, അതുപോലെ RBCs എന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ സെഡിമെന്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ സെഡിമെന്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്ന മെഷീൻ യൂസ് ചെയ്യുന്നത്. ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? സെഡിമെന്റേഷൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സെഡിമെന്റേഷൻ. അപ്പോൾ നമ്മൾ കുഞ്ഞിലെയൊക്കെ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് സമയത്തൊക്കെ നമ്മൾ നമ്മുടെ സയൻസ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കുറച്ച് ചെളിവെള്ളം എടുക്കുക, എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കറക്കിയിട്ട് വച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അതിനകത്തുള്ള നമ്മുടെ സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം, അതായത് ചെളിയുടെ ഡസ്റ്റ് എല്ലാം താഴെ അടിഞ്ഞിട്ട് ക്ലിയർ വാട്ടർ മുകളിൽ ഇങ്ങനെ നിൽക്കും എന്നുള്ള കാര്യം നമ്മൾ കുഞ്ഞിലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിമ്പിൾ എക്സാമ്പിൾ ഓഫ് സെഡിമെന്റേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്ന മെഷീന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? സെഡിമെന്റേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹൈ സ്പീഡിൽ ഈ ഒരു സെൻട്രിഫ്യൂഗ് മെഷീനകത്ത് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? വലിയ വലിയ സോളിഡ് പാർട്ടിക്കിൾ, വലുതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബിഗ് സൈസ് അല്ല ഞാൻ പറയുന്നത്, ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ഇരിക്കുന്ന നമ്മുടെ കൊടുക്കുന്ന ആ സാമ്പിളിനകത്തുള്ള വലിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പതിയെ പതിയെ കറങ്ങിയിട്ട് അതിന്റെ സെന്ററിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട്
അടിഭാഗത്തേക്ക് ബോട്ടമിൽ എന്ത് ചെയ്യും ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കിടക്കും. ബാക്കി വരുന്ന ലൈറ്റർ എന്ത് ചെയ്യും മുകളിലായിട്ട് നമുക്ക് തെളിഞ്ഞ് കാണാനായിട്ടും പറ്റും. അപ്പോൾ ഈ ഒരു സെൻട്രിഫ്യൂഗ് മെഷീനകത്ത് വയ്ക്കുന്ന ടെസ്റ്റ് ട്യൂബിനകത്ത് എന്ത് പറ്റും, ഡെൻസർ പാർട്ടിക്കിൾ ബോട്ടമിൽ നമുക്ക് സെറ്റിൽ ചെയ്ത് കാണാൻ പറ്റും. ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എവിടെ വരും, ടോപ്പ് പോർഷനിൽ നിൽക്കും. അങ്ങനെയാണ് ഈ സെൻട്രിഫ്യൂഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഇനി ലബോറട്ടറി ടേബിൾ ടോപ്പ് സെൻട്രിഫ്യൂഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സാമ്പിൾസ് എന്ത് ചെയ്യാം, അലൈൻ ചെയ്ത് ഒരു ആംഗിൾ ക്രിയേറ്റ്, ഒരു ആംഗിളിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ അലൈൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അങ്ങനെ അലൈൻ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പാർട്ടിക്കിൾസിന് ഒരുപാട് ദൂരം ഇങ്ങനെ കറങ്ങിയിട്ടൊന്നും വന്ന് എന്ത് ചെയ്യേണ്ട, സെഡിമെന്റ് ചെയ്യേണ്ട, കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് തന്നെ എന്ന് വെച്ചാൽ അത്രയും ഹൈ ഫോഴ്സിലായിരിക്കും അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, പെട്ടെന്ന് അതിന് എവിടെ വരാം, ബോട്ടമിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഹൈയിൽ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഡെൻസർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ബോട്ടമിലും സെഡിമെന്റ് ചെയ്യും. അതുപോലെ ലൈറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എവിടെയും വരും, ടോപ്പ് പോർഷനിലും സെഡിമെന്റ് ചെയ്ത് കിട്ടും. ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടും. ബിഫോർ സെൻട്രിഫ്യൂഗേഷൻ ആണെങ്കിൽ എന്താണ്, ആ ഒരു സോളിഡും അതുപോലെ ലിക്വിഡ് പോർഷനും അല്ലെങ്കിൽ ഡെൻസറും ലൈറ്ററും കൂടെ എന്താണ് മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. സെൻട്രിഫ്യൂഗ് കഴിയുമ്പോൾ ഡെൻസർ പാർട്ടിക്കിൾസ് എല്ലാം എന്ത് പറ്റും, ആ ടെസ്റ്റ് ട്യൂബിന്റെ ബോട്ടമിൽ സെഡിമെന്റ് ചെയ്യും. ബാക്കി ലൈറ്റർ എന്ത് ചെയ്യും, ടെസ്റ്റ് ട്യൂബിന്റെ മുകളിലേക്കും അടിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി യൂസസ് ഓഫ് സെൻട്രിഫ്യൂഗ് ആണ്. സെൻട്രിഫ്യൂഗ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സെപ്പറേഷൻ ഓഫ് പാർട്ടിക്കിൾ സസ്പെൻഡഡ് ഇൻ എ സസ്പെൻഷൻ. ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷനകത്ത് നമുക്ക് പാർട്ടിക്കിൾസിനെ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ നമുക്ക് എന്താണ്, ഇങ്ങനെയായിരുന്നു ആ ഒരു സൊല്യൂഷൻ ഇരുന്നത്. സെൻട്രിഫ്യൂഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പാർട്ടിക്കിൾസിനെ വേർതിരിച്ച് കിട്ടും. ഇനി അതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം, സെൽ ഓർഗനൽസിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻട്രിഫ്യൂഗ് എക്യുപ്മെന്റ് യൂസ് ചെയ്യാം. ന്യൂക്ലിക് ആസിഡ്, ബ്ലഡ് കമ്പോണൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഐസോടോപ്സ്. അപ്പൊ സെപ്പറേഷൻ ഓഫ് ഐസോടോപ്സ് ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെൻട്രിഫ്യൂഗ് മെഷീൻ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ യൂസസ് പഠിച്ചോളുക, എന്ത് ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് പഠിച്ചോളുക. മെയിൻ ആയിട്ട് മെഡിക്കൽ ലബോറട്ടറിയിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞോളുക. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സെമി ഓട്ടോ അനലൈസർ ആണ്. ഇപ്പോൾ സെമി ഓട്ടോ അനലൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ ലാബുകളിലും അതുപോലെ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് സെമി ഓട്ടോ അനലൈസർ. ഇവിടെ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഓട്ടോമേഷൻ ആണ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ സെമി വാഷിംഗ് മെഷീൻസ് ഉണ്ട്. അതായത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ക്ലീൻ ചെയ്ത് തരുള്ളൂ, ഡ്രൈ ആക്കി തരത്തില്ല, ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരിക്കില്ല. അങ്ങനെയുള്ള വാഷിംഗ് മെഷീൻസ് ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു സെമി ഓട്ടോ അനലൈസറിന്റെ കാര്യം. ഇവിടെ അനലൈസിങ് കാര്യങ്ങളും ഒക്കെ മെഷീൻസ് ചെയ്തോളും. പക്ഷെ അവിടെ നമ്മൾ മാനുവൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യണം. മാനുവൽ ആയിട്ടുള്ള ഹെൽപ്പ് എന്തൊക്കെയാണ് വരുന്നത്, റിയേജൻസ് മിക്സ് ചെയ്യണം, അതുപോലെ അതിന്റെ എന്താണ് അളവുകൾ അല്ലെങ്കിൽ അതിന്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി വേണം റീഡ് ചെയ്യാനായിട്ട്. മെഷീൻസ് അതൊന്നും റീഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് തരത്തില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ കാൽക്കുലേഷനും റിപ്പോർട്ടിങ്ങും ഇൻസ്ട്രുമെന്റ് തന്നെ തരും. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്തിട്ട് അത് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ആരാണ്, മാനുവലി വേണം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് അതിന് എന്തെന്ന് വിളിക്കുന്നത്, സെമി ഓട്ടോ അനലൈസർ എന്ന് വിളിക്കുന്നത്. ഇനി ഇത് എവിടെ യൂസ് ചെയ്യുന്നു, ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്നു, റിസർച്ചുകൾക്ക് ആവശ്യമായിട്ട് യൂസ് ചെയ്യുന്നു, ഇൻ വിട്രോ ഡയഗ്നോസിസ് അതുപോലെ ക്ലിനിക്കൽ ടെസ്റ്റ്, ഹോസ്പിറ്റൽ യൂസിനൊക്കെയാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, സെമി ഓട്ടോ അനലൈസറിനെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് കലോറിമീറ്റർ ആണ്. അപ്പൊ ഈ കലോറിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റേ കലോറി അല്ല, നമ്മൾ ആഹാരം കഴിച്ച് നമുക്ക് കിട്ടുന്ന കലോറി അല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഇനി അത് വരരുത്. ഇപ്പൊ കലോറിമീറ്റർ എന്ന് പറയുന്ന ഒരു മെഷീൻ നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു മെക്കാനിസം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. അല്ലെങ്കിൽ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ എവിടെ റിസൾട്ട് കിട്ടുള്ളൂ, കലോറിമീറ്ററിൽ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ആ ഇൻസ്ട്രുമെന്റിനകത്ത് എന്താണ്, സൊല്യൂഷനകത്തോട് നമ്മൾ എന്ത് ചെയ്യും, ലൈറ്റിനെ കടത്തി വിടും. അപ്പോൾ ലൈറ്റിന്റെ അബ്സോർപ്ഷൻ റേറ്റ് നോക്കിയിട്ട് എന്ത് പറയും, ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ പറയും. സിമ്പിൾ ആയിട്ട് നമ്മൾ അങ്ങനെയാണ് കലോറിമീറ്ററിനകത്ത് വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എമൗണ്ട് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും, സൊല്യൂഷനിലൂടെ കടന്നു വിടുമ്പോൾ ആ സൊല്യൂഷനകത്ത് എത്ര അബ്സോർപ്ഷൻ നടക്കുന്നു എന്ന് നോക്കും. ഇനി പ്യുവർ സോൾവെന്റിനകത്തും ഈ ലൈറ്റ് നോക്കിയിട്ട് അതിനകത്ത് എത്ര അബ്സോർപ്ഷൻ നോക്കും. രണ്ടും കൂടെ തമ്മിൽ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും. ഓക്കെ, അതാണ് കലോറിമീറ്ററിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഈ കലോറിമീറ്ററിനകത്ത് ഒരു ഫോട്ടോ സെൽസ് ഉണ്ടാവും. ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫോട്ടോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, ലൈറ്റ് എന്നാണ്. അപ്പോൾ ഈ ഫോട്ടോ സെൽസ് ഉണ്ടാവും. ഈ ഫോട്ടോ സെൽസിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, എമൗണ്ട് ഓഫ് ലൈറ്റ് സൊല്യൂഷൻ വഴി പോകുന്നതിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സൊല്യൂഷൻ വഴി ലൈറ്റ് കടത്തി വിട്ടാൽ
എത്ര ലൈറ്റ് സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്തു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തു എന്നുള്ളത് ആർക്കറിയാൻ പറ്റും? ഫോട്ടോ സെൽസിന് അറിയാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഈ ഒരു ഫിഗറിൽ പറയുന്നത്. ലൈറ്റ് സോഴ്സ് ഉണ്ട്, സ്ലിറ്റ്, ലെൻസ്, ഫിൽറ്റർ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ സൊല്യൂഷൻ അകത്തൂടി ലൈറ്റിനെ കടത്തി വിടും. ലൈറ്റിനെ കടത്തി വിട്ടിട്ട് ലൈറ്റ് അപ്പുറം എത്തുമല്ലോ. അപ്പുറം എത്തുമ്പോൾ ഇവിടെ ഫോട്ടോ സെൽസ് ഇരിപ്പുണ്ട്. അപ്പൊ ഈ ഫോട്ടോ സെൽസ് എന്ത് ഡിറ്റക്ട് ചെയ്യും? എത്രമാത്രം ലൈറ്റ് ഈ സൊല്യൂഷൻ അബ്സോർബ് ചെയ്തെടുത്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് എന്ത് വരും? ഔട്ട്പുട്ട് തരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കലോറിമീറ്ററിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ്. ഇനി അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ലോ പഠിക്കണം. ആ ലോ എന്ന് പറഞ്ഞാൽ ബിയർ ലാംബേർട്സ് ലോ ആണ്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കലോറിമീറ്റർ ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് വേണം പറയാൻ? ആ നിയമത്തിന്റെ പേരാ പറയണ്ടേ. നിയമത്തിന്റെ പേരെന്താണ്? ബിയർ ലാംബേർട്സ് ലോ. ഇനി ഈ ലോ പറയുന്നതനുസരിച്ച് ലൈറ്റിന്റെ അബ്സോർപ്ഷൻ, ഒരു മീഡിയം ലൈറ്റ് അബ്സോർബ് ചെയ്താൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദ മീഡിയം ആണ്. അതായത് ആ ഒരു മീഡിയത്തിന് ഒരു കോൺസെൻട്രേഷൻ കാണുമല്ലോ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് മീഡിയം നമുക്ക് എക്സ് എന്ന് എടുക്കാം. ജസ്റ്റ് ഞാൻ വെറുതെ പറയുന്നതാണ്, പഠിക്കരുത്. കോൺസെൻട്രേഷൻ ഓഫ് മീഡിയം എക്സ് എന്ന് എടുത്തു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ലൈറ്റ് പാസ് ചെയ്യുന്നത് എൽ ആണെന്ന് എടുത്തോളൂ. ലൈറ്റ് പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൽ എന്ന് ജസ്റ്റ് വെറുതെ പറയുന്നതാണ്. ഈ സിമ്പിൾസ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതാണ്. അപ്പോൾ ഈ ലൈറ്റ് പാസ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ ലൈറ്റ് അബ്സോർബ് ചെയ്ത വാല്യൂ എൽ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് മീഡിയം എക്സ് ആണെന്നുണ്ടെങ്കിൽ എൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്ന് വേണം നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? ബിയർ ലാംബേർട്സ് ലോ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ എക്സും എല്ലും ഒക്കെ എല്ലാം മറിച്ച് കളഞ്ഞോളൂ, അതൊന്നും പഠിക്കരുത്, വെറുതെ പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ബിയർ ലാംബേർട്സ് ലോ അനുസരിച്ച് നമുക്ക് എന്താണ്? ആ കലോറിമീറ്ററിനകത്തൂടെ ഒരു സൊല്യൂഷൻ വെച്ചിട്ടുണ്ടാവും. ആ സൊല്യൂഷനകത്തൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് ഓഫ് ലൈറ്റിനെ ആര് അബ്സോർബ് ചെയ്യും? സൊല്യൂഷൻ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ലൈറ്റ് പുറത്ത് വരുമല്ലോ. പുറത്ത് വരുമ്പോൾ അവിടെ ഫോട്ടോ സെൽ ഇരിപ്പുണ്ട്. ഫോട്ടോ സെൽ എന്ത് ചെയ്യും? എന്തുമാത്രം ലൈറ്റ് ആ സൊല്യൂഷൻ അബ്സോർബ് ചെയ്തു എന്ന് മനസ്സിലാക്കും. അപ്പൊ എന്ത് പറയും? അതേ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണല്ലോ. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി കലോറിമീറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന ലൈറ്റിന് ഒരു സെർട്ടൺ വേവ് ലെങ്ത് ഉണ്ടാവും. ആ സെർട്ടൺ വേവ് ലെങ്തിലുള്ള ലൈറ്റ് ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സൊല്യൂഷനിലേക്ക് കൊടുക്കേണ്ടത്. അല്ല തോന്നിയ പോലെ ഒന്നും അല്ല. അവിടെ ഈ ലൈറ്റ് എല്ലാം എങ്ങനെയാണ്? ഫിക്സ്ഡ് ആണ്. അതിന്റെ വേവ് ലെങ്ത് എല്ലാം ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള വേവ് ലെങ്തിലുള്ള ലൈറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സൊല്യൂഷനിൽ അടുത്തേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കലോറിമീറ്ററിന്റെ യൂസ് നോക്കുകയാണെങ്കിൽ അബ്സോർബൻസും അതുപോലെ ട്രാൻസ്മിറ്റൻസും നോക്കാനാണ്. അപ്പോൾ ഒരു ലിക്വിഡ് ഓഫ് സാമ്പിൾ ഓഫ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതുവഴി നമ്മൾ എന്ത് ചെയ്യും? ലൈറ്റിനെ പാസ് ചെയ്തിട്ട് ആ ലൈറ്റിനെ എന്തുമാത്രം ആ ഒരു നമ്മുടെ സൊല്യൂഷൻ അബ്സോർബ് ചെയ്തു, അതുപോലെ എന്തുമാത്രം ലൈറ്റ് തിരികെ പുറത്തേക്ക് വന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ നോക്കുന്നത്, കലോറിമീറ്റർ നോക്കുന്നത്. ഇനി കലോറിമീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കോൺസെൻട്രേഷൻ ഓഫ് ദി അനലൈറ്റ് ഇൻ ഡെസിലിറ്റർ നോക്കുകയാണെങ്കിൽ അബ്സോർബൻസ് ഓഫ് ദ ടെസ്റ്റ് ഡിവൈഡഡ് ബൈ അബ്സോർബൻസ് of the standard into concentration of standard by amount of sample into 100 എന്ന് പറയുന്ന ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനകത്ത് കൊടുത്ത് ചെയ്യാനുള്ള കണക്കുകൾ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പറയുന്ന മൈക്രോ പിപ്പറ്റ്സ് ആണ്. ഇപ്പോൾ മൈക്രോ പിപ്പറ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാമ്പിളിനെ പിപ്പറ്റ് ചെയ്തെടുക്കാറുണ്ട്, ആസ്പിറേറ്റ് ചെയ്തെടുക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ പിപ്പറ്റ്. സാധാരണ നമ്മൾ കെമിസ്ട്രി ലാബുകളിലൊക്കെ ഈ പിപ്പറ്റുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ലാബിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ട് മതിയായിരിക്കും. ചിലപ്പോൾ 2 മൈക്രോ ലിറ്റർ, ചിലപ്പോൾ 3 മൈക്രോ ലിറ്റർ. ഇപ്പൊ ബ്ലഡിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആ ഒരു ചെറിയ എത്രയെങ്കിലും ചെറിയ എമൗണ്ട് ഓഫ് ബ്ലഡിനകത്തായിരിക്കും നമ്മൾ ആ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് 3 മൈക്രോ ലിറ്റർ ബ്ലഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ അളന്നെടുക്കണം? അവിടെ അളക്കാനാണ് നമ്മൾ മൈക്രോ പിപ്പറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോ പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സ്മോൾ എമൗണ്ട് ഓഫ് ലിക്വിഡിനെയൊക്കെ മെഷർ ചെയ്യാനും അതുപോലെ എന്താണ് അതിനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കണ്ടെയ്നറിൽ നിന്ന് വേറൊരു കണ്ടെയ്നറിലേക്ക് നമുക്ക് അങ്ങോട്ട് മാറ്റണം, ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും നമുക്ക് ആരെ യൂസ് ചെയ്യാം? മൈക്രോ പിപ്പറ്റ്സിനെ യൂസ് ചെയ്യാം. ഇതിന് അതിന്റെ വോളിയം റേഞ്ച് പറയുന്നത് 1 and 1000 മൈക്രോ ലിറ്റർ ആണ്. 1 മൈക്രോ ലിറ്റർ മുതൽ 1000 മൈക്രോ ലിറ്റർ വരെ നമുക്ക് ആര് യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? ഈ മൈക്രോ പിപ്പറ്റ്സ് യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? മൈക്രോ പിപ്പറ്റ്സിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കണ്ടെയ്നറിനകത്ത് ഇരിക്കുന്നതിൽ നിന്ന് ഇപ്പം നമുക്കൊരു 5 മില്ലി ബ്ലഡ് ഉണ്ട്, അതിനകത്തുനിന്ന് ഒരു 2 മൈക്രോ ലിറ്റർ അപ്പുറത്തേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈക്രോ പിപ്പറ്റ്സ് എടുത്തിട്ട് അതിനകത്തേക്ക് ആസ്പിറേറ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മൈക്രോ പിപ്പറ്റ്സ്. ഇനി മൈക്രോ പിപ്പറ്റ്സിന്റെ യൂസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ജനറലി നമ്മൾ മൈക്രോ ബയോളജിയിൽ, കെമിസ്ട്രിയിൽ, അതുപോലെ മെഡിക്കൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയിലൊക്കെയാണ് ആക്യുറേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് സാമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നുണ്ടെങ്കിൽ ആരും ഉപയോഗിച്ചാൽ മതി? മൈക്രോ പിപ്പറ്റ്സിനെ യൂസ് ചെയ്താലും മതി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡിസ്റ്റിലേഷൻ പ്രോസസ് ആണ്. ഇപ്പോൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ലബോറട്ടറി
ലബോറട്ടറി യൂസിന് വേണ്ടിയിട്ട് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഡിസ്റ്റിലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റിലേഷൻ മെത്തേഡിൽ എന്ത് ചെയ്യും? ഇംപ്യൂർ വാട്ടർ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടർ, കണ്ടാമിനേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് കണ്ടാമിനേറ്റഡ് അല്ല, നമുക്ക് എന്താണ് കുറച്ച് ഇംപ്യൂർ ആയിട്ടുള്ള വാട്ടർ ആണെങ്കിൽ അതിനെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ്റ്റിലേഷൻ പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ഇംപ്യൂർ വാട്ടറിനെ എന്ത് ചെയ്യും? ബോയിൽ ചെയ്യും, തിളപ്പിക്കും. തിളപ്പിക്കുമ്പോൾ എന്ത് ഫോം ചെയ്യും? സ്റ്റീം ഉണ്ടാവും. ആ സ്റ്റീമിനെ കണ്ടൻസ് ചെയ്ത് കോൾഡ് ചെയ്തിട്ട് എന്താക്കി മാറ്റും? ഡിസ്റ്റിൽഡ് വാട്ടർ ആയിട്ട് മാറ്റും. ഇനി കോൾഡ് സർഫസ് അല്ലെങ്കിൽ കോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒരു സ്ട്രക്ചർ ആണ് കണ്ടൻസർ. ആ കണ്ടൻസറിനകത്തോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്റ്റീമിനെ കണ്ടൻസ് ചെയ്തിട്ട് തണുപ്പിച്ച് വാട്ടർ ആക്കി മാറ്റാം. ആ വാട്ടറിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ആയിട്ട് വരുമ്പോൾ അതിനകത്തുള്ള അയണൈസ്ഡ് ഗ്യാസസ്, അതായത് അമോണിയ, കാർബൺ ഡയോക്സൈഡ്, ക്ലോറിനെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്റ്റിലേഷൻ പ്രോസസ് വഴി നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഇംപ്യൂർ വാട്ടറിനകത്ത് അമോണിയ, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ ക്ലോറിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റിലേഷൻ പ്രോസസ് വഴി അതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ഡിസ്റ്റിൽഡ് ആയി വരുന്ന ഡിസ്റ്റിൽഡ് വാട്ടറിന് ക്ലിയർ ആയിരിക്കും, അതുപോലെ കളർലെസ് ആയിരിക്കും, അതുപോലെ ഓർഡർലെസ് ആയിരിക്കും. ഈ 3 പ്രോപ്പർട്ടി ഉള്ള വാട്ടർ ആയിരിക്കും എവിടെ വരുന്നത്? ഡിസ്റ്റിലേഷൻ കഴിഞ്ഞ് വരുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ ആയിട്ട് വരുന്നത്. ഇനി ഈ വാട്ടറിനകത്ത് അല്ലെങ്കിൽ വാട്ടർ ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കണ്ടൻസ്ഡ് ആയിട്ടുള്ള സ്റ്റീം കൊണ്ടാണ്. ഇവിടെ നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിൽ നിന്ന് വരുന്ന സ്റ്റീം കൊണ്ടാണല്ലോ ആ ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാവുന്നത്. അത് നമ്മൾ കളക്ട് ചെയ്യേണ്ട എന്തിലാണ്? ഒരു ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറൈൽ കണ്ടെയ്നറിലാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇമ്പ്യൂരിറ്റി വരുന്ന ഭാഗത്തിന് വേറൊരു മോശമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉള്ള കണ്ടെയ്നറിലൊന്നും സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ആ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് തന്നെ യൂസ് ചെയ്യുക? ക്ലീൻ സ്റ്റെറൈൽ കണ്ടെയ്നർ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞ വാട്ടർ ഡിസ്റ്റിലർ ആണ്. അപ്പോൾ ഡിസ്റ്റിലേഷന് വേണ്ടിയിട്ട് വരുന്ന അപ്പാരറ്റസ് ആണ് ആര്? വാട്ടർ ഡിസ്റ്റിലർ. അപ്പൊ ഈ വാട്ടർ ഡിസ്റ്റിലർ എങ്ങനെ വർക്ക് ചെയ്യുന്നു? നമ്മൾ കൺസിഡർ വോളിയം ഓഫ് റണ്ണിങ് വാട്ടർ, അതായത് ഒഴുക്ക് വെള്ളം ഉപയോഗിച്ച് വേണം എന്ത് ചെയ്യേണ്ടത്? ഈ ഡിസ്റ്റിലേഷൻ പ്രോസസ് ചെയ്യാനായിട്ട്. അല്ലാതെ വെള്ളം ഒഴിച്ചു കളഞ്ഞിട്ട് അത് റൺ ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ നോർമൽ ആയിട്ട് നിൽക്കുന്ന വെള്ളത്തിലല്ല എന്ത് ചെയ്യുന്നത്? ഡിസ്റ്റിലേഷൻ പ്രോസസ് നടക്കുന്നത്. ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിനകത്താണ് ഡിസ്റ്റിലേഷൻ പ്രോസസ് നടക്കുന്നത്. അപ്പോൾ ഡിസ്റ്റിലറിന്റെ അകത്തേക്ക് നമ്മൾ കൊടുക്കേണ്ട വെള്ളം എങ്ങനെയാണ്? റണ്ണിങ് വാട്ടർ ആണ്. അതൊരു സർട്ടൺ വോളിയം ഉണ്ട്, തോന്നിയ പടിയൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഒരു കൺസിഡറബിൾ വോളിയം ഉണ്ട്. അത് പറയുന്നത് എത്രയാണ്? യൂഷ്വലി നോട്ട് ലെസ് ദാൻ 60 ലിറ്റർ പെർ അവർ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് മണിക്കൂറിൽ 60 ലിറ്റർ വരെ ആകാം, അതിൽ കൂടുതൽ പറ്റില്ല. നോട്ട് ലെസ് ദാൻ 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 60 വരെ ആകാം. 60 വരെയുള്ള 60 ലിറ്റർ പെർ അവർ വരെ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഡിസ്റ്റിലർ പ്രോസസ്സ് യൂസ് ചെയ്ത് വാട്ടറിനെ എന്ത് ചെയ്യാം? തിളപ്പിച്ച് സ്റ്റീമാക്കി കണ്ടൻസ് ചെയ്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ആക്കി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ വാട്ടർ ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്ന വാട്ടർ ഒരുപാട് നോട്ട് ബി ഹെവിലി കണ്ടാമിനേറ്റഡ് ആണ്. ഒരുപാട് നല്ല ചെളിയ വെള്ളമൊന്നും കോരി എന്ത് ചെയ്യാൻ പാടില്ല? നമുക്ക് ഡിസ്റ്റിലേഷനിൽ കൊടുത്താൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പൊ നോട്ട് ഹെവിലി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ വേണം ഇവിടെ കൊടുക്കാനായിട്ട്? വാട്ടർ ഡിസ്റ്റിലറിനകത്തേക്ക് നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗറിൽ കാണുന്നതാണ് വാട്ടർ ഡിസ്റ്റിലർ. ഇതിനകത്തേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റണ്ണിങ് വാട്ടർ കൊടുത്തിട്ട് ഡിസ്റ്റിലേഷൻ അനുവദിക്കേണ്ടത്. ഓക്കെ, ഇനി വാട്ടർ ഡിസ്റ്റിലറിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ്. ഒരു സിംഗിൾ ഡിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു വാട്ടർ ഡിസ്റ്റിൽ ചെയ്യുമ്പോൾ എത്രയാണ്? 4 ലിറ്റേഴ്സ് പെർ അവറിൽ വെച്ചിട്ടാണ് നമുക്കൊരു 3 കിലോ വോൾട്ട് ഹീറ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ഇനി എന്താണ്? ബിൽറ്റ് ഇൻ സേഫ്റ്റി തെർമോസ്റ്റാറ്റ്. ഇതിനകത്ത് ചൂട് കൊടുത്താലല്ലേ വെള്ളം തിളയ്ക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സേഫ്റ്റി തെർമോസ്റ്റാറ്റ് എല്ലാം വെച്ചുകൊണ്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? വാട്ടർ ഡിസ്റ്റിലർ പ്രവർത്തിക്കുന്നത്. ഇനി റണ്ണിങ് വാട്ടറിന്റെ എമൗണ്ട് പറയുന്നുണ്ട്. മിനിമം ഫ്ലോ ഓഫ് 60 ലിറ്റർ പെർ അവറിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വാട്ടർ കൊടുക്കേണ്ടത്. അതും എങ്ങനെയുള്ള വാട്ടർ ആണ്? നോട്ട് ഹെവിലി കണ്ടാമിനേറ്റഡ് ആണ്. ഒരുപാട് കണ്ടാമിനേഷൻ ഉള്ള വെള്ളമൊന്നും നമുക്ക് ഡിസ്റ്റിലേഷൻ വഴിയിട്ട് പ്യൂർ ആയിട്ട് കിട്ടത്തില്ല. അതുപോലെ തന്നെ എന്താണ്? ഈ ഒരു ഡിസ്റ്റിലർ വാട്ടർ ഡിസ്റ്റിലറിനെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനും അതുപോലെ ഡീസ്കെയിൽ ചെയ്യാൻ പറ്റും. ഡീസ്കെയിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് സെഡിമെന്റേഷൻ കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ചെറിയ രീതിയിലുള്ള കണ്ടാമിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സെഡിമെന്റ് ചെയ്തിട്ടാണല്ലോ ഈ ഒരു പ്രോസസ്സ് വരുന്നത്. അപ്പോൾ അതിനെ ഡീസ്കെയിൽ ചെയ്യുക, അതിനെല്ലാം മാറ്റിക്കളയാനായിട്ട് നമുക്കിത് എന്ത് ചെയ്യേണ്ട? തുറന്ന് അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ ഡിസ്റ്റിലർ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് ഡി അയണൈസേഷൻ ആണ്. അപ്പൊ ഈ ഡി അയണൈസേഷൻ നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ ഈ ഡി അയണൈസേഷനകത്ത് ഇംപ്യൂർ ആയിട്ടുള്ള വാട്ടറിനെ എന്ത് ചെയ്യും?
നമ്മൾ ഒരു റെസിനിലേക്ക് അല്ലെങ്കിൽ ഒരു റെസിൻ പാക്ഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റിനകത്തേക്ക് പാസ് ചെയ്യും. അപ്പൊ ആ റെസിന്റെ സഹായത്തോടു കൂടി അവിടെ എന്ത് ചെയ്യും, ഒരു ആനിയോൺ കാറ്റിയോൺ എക്സ്ചേഞ്ച് നടക്കും. എന്നിട്ട് നമുക്ക് അയോൺ ഫ്രീ ആയിട്ടുള്ള വാട്ടർ കിട്ടും. അതായത് ഇംപ്യൂർ വാട്ടർ ആണ് കൊടുക്കുന്നത്. ഇംപ്യൂർ എന്ന് പറയുമ്പോൾ അതും ഹെവിലി കണ്ടാമിനേറ്റഡ് ഒന്നും അല്ല, ഓൾറെഡി വൃത്തിയാക്കിയ വെള്ളമായിരിക്കും, പ്യൂരിഫൈ ചെയ്ത വെള്ളമായിരിക്കും നമ്മൾ ഡീഅയണൈസേഷൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ കണ്ടാമിനേഷൻ വെള്ളം ഇവിടെ കൊടുക്കത്തില്ല, ഡീഅയണൈസേഷൻ ചെയ്യാൻ കൊടുക്കത്തില്ല. ഓൾറെഡി നമ്മൾ ഫിൽട്ടർ ചെയ്ത വെള്ളമായിരിക്കും എവിടെ കൊടുക്കേണ്ടത്, ഡീഅയണൈസേഷന് വേണ്ടി കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ എന്തുണ്ട്, ഒരു റെസിൻ ഉണ്ട്. ഈ റെസിനകത്ത് എന്ന് പറഞ്ഞാൽ ആനിയോൺ കാറ്റിയോൺ എക്സ്ചേഞ്ച് ഒക്കെ നടന്നിട്ട് വാട്ടറിനകത്ത് നിന്ന് എന്ത് പറ്റും, അയോൺസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് അയോൺ ഫ്രീ ആയിട്ടുള്ള വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഡീഅയണൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ ചെയ്യുന്നത്. ഇവിടെ എന്തുണ്ട്, ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. അതുപോലെ എന്താണ്, നിയർ pH ആൻഡ് ഫ്രീ ഫ്രം വാട്ടർ സോല്യൂബിൾ സോൾട്ട് ആണ്. പക്ഷെ അത് ഒരിക്കലും നമ്മൾ ഈ ഡീഅയണൈസ് ചെയ്ത് വരുന്ന വെള്ളം ഒരിക്കലും എന്തല്ല, പൈറജൻ ഫ്രീ അല്ലെങ്കിൽ സ്റ്റെറൈൽ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. പൈറജൻ ഫ്രീ എന്ന് പറഞ്ഞാൽ ഫീവർ കോസിങ് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അതിൽ നിന്നൊന്നും ഫ്രീ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി വാട്ടർ എന്തായിരിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു ഫിൽറ്റേർഡ് ആയിരിക്കണം. ഡീഅയണൈസേഷന് കൊടുക്കുന്നതിന് മുന്നേ, ഡീഅയണൈസേഷൻ പ്രോസസ്സിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വെള്ളം ഫിൽറ്റർ ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. കണ്ടാമിനേഷൻ വാട്ടർ അല്ലെങ്കിൽ നല്ല ഇംപ്യൂർ ഉള്ള വാട്ടർ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡീഅയണൈസേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അൺഫിൽറ്റേർഡ് വാട്ടർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും, കണ്ടാമിനേഷൻ കൂടുകയുള്ളൂ. അവിടെ നന്നായിട്ട് തന്നെ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റേർഡ് വാട്ടർ ആക്കി മാറ്റാനുള്ള സെറ്റപ്പ് ഒന്നും എവിടെ ഇല്ല, ഡീഅയണൈസേഷൻ പ്രോസസ്സിന് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഡീഅയണൈസേഷന് കൊടുക്കുന്നതിന് മുന്നേ ഫിൽറ്റേർഡ് വാട്ടർ വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്ത വെള്ളം മാത്രം എവിടെ കൊടുക്കുക, ഡീഅയണൈസേഷൻ പ്രോസസ്സിന് കൊടുക്കുക. അപ്പൊ ഡീഅയണൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റിന്റെ പേരെന്താണ്, ഡീഅയണൈസർ എന്നാണ് പേര്. ഇനി ഡീഅയണൈസർ എന്താണ് സഹായിക്കും, എലിമിനേറ്റ് ഇംപ്യൂരിറ്റീസിനെ സഹായിക്കും. അപ്പോൾ അത് നമുക്ക് ടാപ്പ് അല്ലെങ്കിൽ ബോട്ടിൽഡ് വാട്ടർ, ലബോറട്ടറിയിലൊക്കെ നമുക്ക് വീണ്ടും കെമിക്കൽ റിയാക്ഷൻസ് കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഒരുപാട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള വെള്ളം വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡീഅയണൈസിങ് അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡീഅയണൈസിങ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയോൺസിനെ റിമൂവ് ചെയ്യാം, അതുപോലെ അൺവാണ്ടഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയെല്ലാം റിമൂവ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും, കെമിക്കൽ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ അയോൺ കണ്ടന്റ് ഒക്കെ ഉള്ള വാട്ടർ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും കെമിക്കൽ റിയാക്ഷനിലേക്ക് പോകുമ്പോൾ എന്ത് പറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അയോൺ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡീഅയണൈസർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താ ഉപയോഗം, സൊല്യൂഷൻ കുറച്ചും കൂടെ പ്യുവർ ആവും. അതുപോലെ തന്നെ സബ്സ്റ്റൻസ് എന്താണ്, നമുക്ക് കുറച്ചും കൂടി എന്താണ്, എല്ലാ സബ്സ്റ്റൻസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചെറിയ സബ്സ്റ്റൻസ് അവിടെ തന്നെ നിൽക്കും. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളതിൽ നമുക്ക് സൊല്യൂഷനെ കുറച്ചും കൂടെ പ്യുവർ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഡീഅയണൈസറിലേക്ക് വരുമ്പോൾ ഡീഅയണൈസറിൽ ഡീഅയണൈസേഷൻ കാർട്രിഡ്ജുകളുണ്ട്. ഈ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നതാണ് കാർട്രിഡ്ജ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫിഗറിനകത്ത് ഇവിടെ 2 ആൾക്കാരുണ്ട്, ഇതിനെയാണ് കാർട്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഡീഅയണൈസിങ് അപ്പാരറ്റസിനകത്ത് ഒന്നിലധികം കാർട്രിഡ്ജുകൾ കാണും. ആ ഒരു കാർട്രിഡ്ജുമായിട്ടാണ് നമ്മൾ വാട്ടർ സപ്ലൈ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഡീഅയണൈസിങ് കാർട്രിഡ്ജിനകത്ത് കുറച്ച് റെസിൻസ് കാണാനായിട്ട് സാധിക്കും. ബീഡ്സ് പോലെ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. അതിനകത്താണ് എന്ത് ചെയ്യുന്നത്, ആനിയോണിക് കാറ്റിയോണിക് എക്സ്ചേഞ്ച് എല്ലാം നടന്നിട്ട് നമുക്ക് വെള്ളത്തിന് പ്യുവർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഡീഅയണൈസിങ് അപ്പാരറ്റസ് നമുക്ക് 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡീഅയണൈസേഷൻ കാണാൻ പറ്റും. അപ്പൊ 3ലും 3 ക്വാളിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഓരോന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. ഫസ്റ്റ് പറയുന്നത് വീക്ക് ബേസ് ഡീഅയണൈസേഷൻ ആണ്. അപ്പൊ ഈ വീക്ക് ബേസ് ഡീഅയണൈസേഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡീഅയണൈസേഷനിൽ എന്താണ്, നമ്മുടെ ആനിയോൺ കാറ്റിയോൺ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു വീക്ക് ബേസ് ഡീഅയണൈസേഷനിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് കാറ്റിയോണും അതുപോലെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ബേസ് ആനിയോണും ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്, സ്ട്രോങ് ആസിഡ് കാറ്റിയോണും വീക്ക് ബേസ് ആനിയോണും ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു റിയാക്ഷൻ നടക്കുന്ന ആനിയോണിക് കാറ്റോണിക് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ക്വാളിറ്റി വാട്ടർ ആയിരിക്കും എവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, വീക്ക് ബേസ് ഡീഅയണൈസേഷനിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അവിടെ എന്താ പ്രത്യേകത, സ്ട്രോങ് ആസിഡ് കാറ്റിയോണും വീക്ക് ബേസ് ആനിയോണും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയുള്ള വാട്ടർ ആയിരിക്കും, ലോവർ ക്വാളിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തേത് സ്ട്രോങ് ബേസ് ഡീഅയണൈസേഷൻ ആണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് വരുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന കാറ്റിയോൺ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആസിഡ് കാറ്റിയോൺ തന്നെയായിരിക്കും. പക്ഷെ ആനിയോൺ എങ്ങനെയായിരിക്കും, സ്ട്രോങ് ബേസ് ആനിയോൺ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്വാളിറ്റി ഓഫ് വാട്ടർ എന്തായിരിക്കും, ഒരു മിഡ് റേഞ്ച് ആയിരിക്കും.
കുഴപ്പമില്ല എന്ന് നമുക്ക് പറയുന്ന ഒരു റേഞ്ചിലായിരിക്കും വാട്ടറിന്റെ ക്വാളിറ്റി വരുന്നത്. ഇനി മൂന്നാമതൊന്നുണ്ട്, മൂന്നാമത്തേതാണ് മിക്സ്ഡ് ബെഡ് ഡീയോണൈസേഷൻ. അപ്പൊ ഈ മിക്സ്ഡ് ബെഡ് ഡീയോണൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോത്ത് ആനിയോണും കാറ്റിയോണും എങ്ങനെയായിരിക്കും? മിക്സ്ഡ് ടുഗദർ ആയിരിക്കും. എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു ടുഗദറിലായിരിക്കും. ഒരു സിംഗിൾ വെസലിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ആനിയോണും കാറ്റിയോണും കൂടെ മിക്സ് ചെയ്ത രീതിയിലായിരിക്കും മിക്സ്ഡ് ബെഡ് ഡീയോണൈസേഷൻ കാണുന്നത്. അപ്പോൾ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ആ റെസിൻ ബെഡിനകത്തൂടെയാണല്ലോ, കാരണം നമ്മൾ പറഞ്ഞു കാർട്രിഡ്ജിന്റെ നേരിട്ടാണ് ഈ വാട്ടർ സപ്ലൈ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ റെസിനിലേക്ക് നമ്മൾ വാട്ടർ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഒരുപാട് അയോൺ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ടൈംസിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പോളിഷിങ് നടക്കും. അതുകൊണ്ട് തന്നെ ഹൈ പ്യൂരിറ്റി വാട്ടർ ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഹൈ പ്യൂരിറ്റി വാട്ടർ കിട്ടുന്ന ഡീയോണൈസേഷൻ പ്രോസസ്സ് വെച്ചാൽ ഏതാണ്? മിക്സ്ഡ് ബെഡ് ഡീയോണൈസേഷൻ ആണ്. ബാക്കി സ്ട്രോങ് ബേസിലാണെങ്കിൽ എങ്ങനെയായിരുന്നു? മിഡ് റേഞ്ച് ആയിരിക്കും വാട്ടറിന്റെ ക്വാളിറ്റി വരുന്നത്. ഇനി വീക്ക് ബേസ് ആണെങ്കിൽ എങ്ങനെയാണ്? ലോവസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത്.